ഫ്രാൻസിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും ഷെങ്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ഉച്ചകോടി നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട സംഭവമുണ്ട്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാറ്റോ രാജ്യങ്ങളും ഷെങ്കൻ രാജ്യങ്ങളും ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഉക്രൈൻ വാറിൻ്റെ എങ്ങനെ മുന്നോട്ട് പോകണം. കാരണം ട്രംപിൻ്റെ മീഡിയേറ്റർ ഇതിനകത്ത് നടത്തിയ സംഭവം പൊളിഞ്ഞുപോയി. ഈസ്റ്റർ വെടിനിർത്തലൊന്നും നടന്നില്ല. വീണ്ടും റഷ്യ ആക്രമണം നടത്തി, പലയിടത്തും ആക്രമണം നടത്തി, വളരെയധികം പേർ കൊല്ലപ്പെട്ടു. റഷ്യ സൈന്യം അതിൻ്റെ രീതിയിൽ അറ്റാക്ക് തുടരുന്നു. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഉണ്ടായി. ഇപ്പം റഷ്യയിൽ ഇഷ്ടംപോലെ നോർത്ത് കൊറിയ എന്നുള്ള ജോലിക്കാർ സൈനികരൊക്കെയുണ്ട്. അവർക്ക് ഈ നായയുടെ ഇറച്ചി കഴിക്കുന്ന വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഭയങ്കര കംപ്ലൈൻ്റായി. അവിടെ പെറ്റുകൾ, അവരുടെ വീട്ടിൽ വളർത്തുന്ന നായക്കളൊന്നും കാണാനില്ല. ഇതിനെ ആരെ കൊണ്ടുപോയി. എന്നിട്ട് റഷ്യൻ അഡ്മിനിസ്ട്രേഷനൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നോർത്ത് കൊറിയക്കാരെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിൽ റഷ്യയിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം നോർത്ത് കൊറിയൻ ലേബേഴ്സ് ഇഷ്ടം പോലുണ്ട്, അതേപോലെ തന്നെ സൈനികർ ഏകദേശം 15,000 പേരോളം ഉണ്ട്. അപ്പം നമുക്ക് തിരിച്ചു വരാം. ഇവിടുത്തെ ഇഷ്യൂ എന്താണ്? ബേസിക്കലി റഷ്യ ഉക്രൈൻ വാറിന് കാരണം അമേരിക്കയും ട്രംപും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതിനിടയ്ക്ക് തന്നെ റഷ്യയും ഉക്രൈനും അമേരിക്കയും തമ്മിൽ ഡിസ്കഷൻ നടത്തി ഈ മിനറൽസുമായിട്ടുള്ള ഏതായിട്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി. കാരണം അത് അമേരിക്കയാണത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ റെയർ എർത്ത് മെറ്റൽസും സംഭവങ്ങളൊക്കെ ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതേപോലെ LNG ഉണ്ട്. അവിടെ അൺടാപ്പ് ചെയ്യാത്ത ക്രൂഡും പരിപാടികളൊക്കെ അമേരിക്ക 50% അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ഉക്രൈന് കൊടുക്കുക. അത് ഏതാണ്ട് ഓൾമോസ്റ്റ് സെറ്റിലായിട്ടുണ്ട് എന്നാണ് ഉക്രൈൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി എന്ത് അമേരിക്ക ചെയ്യും. അപ്പം അതാണ് ഡിസ്കഷൻ നടക്കുന്ന ഫ്രഞ്ച് ഉച്ചകോടി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഉണ്ടാകാനുണ്ടായ ധാരണ എന്ന് പറയുന്നത്, അതായത് ഈ കോൺഫറൻസിനകത്ത് ഉണ്ടാകാനുള്ളൊരു ധാരണ എന്ന് പറയുന്നത്, നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് ഉക്രൈൻ മണ്ണിൽ വരും. അപ്പം ഇതിനുള്ള പോസിബിലിറ്റി റഷ്യ അമേരിക്ക അതിനെ പിന്തുണയ്ക്കും. അതായത് അമേരിക്ക ഡയറക്റ്റ് ഫൈറ്റിന് പോകുന്നില്ല, പക്ഷേ നാറ്റോ രാജ്യങ്ങൾ റഷ്യയുമായിട്ടുള്ള വാറിന് അമേരിക്ക പിന്തുണയ്ക്കും. ഇങ്ങനെയുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞ് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും. പക്ഷേ ഇന്ന് റഷ്യക്ക് നാറ്റോ രാജ്യങ്ങളെ ഒരുമിച്ച് നിന്ന് റഷ്യയോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് അമേരിക്കൻ ബാക്കപ്പ് ഉണ്ടെങ്കിൽ റഷ്യക്ക് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള കരുത്തില്ല. അതായത് നമ്മൾ ഈ പറയുമ്പോൾ ഈ നാറ്റോ രാജ്യങ്ങൾ മുൻപന്തിരും ഫ്രണ്ടിലോട്ട് കയറി വന്ന് റഷ്യ അറ്റാക്ക് ചെയ്യുമ്പോൾ അമേരിക്കൻ പിന്തുണയോടുകൂടി, അതായത് കൂടിപ്പോയി കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് റഷ്യ അങ്ങ് തോറ്റുപോകും. ഈ പുടിൻ പോയും തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അപ്പോൾ അതേ കോൺഫറൻസിൻ്റെ പ്രാധാന്യമാണ് പാരീസിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് മാർക്ക് റുബിയോ ആണെങ്കിലും സ്റ്റീഫൻ വിറ്റ്കോഫും ഇതിനകത്ത് പ്രത്യേക പ്രതിനിധിയായിട്ട് പങ്കെടുക്കുകയാണ്. അതായത് ഇവരുമായിട്ട് നാറ്റോ രാജ്യങ്ങളുമായിട്ടൊരു ധാരണയിൽ എത്തുകയാണെങ്കിൽ അമേരിക്കൻ പിന്തുണയോടുകൂടി നാറ്റോ രാജ്യങ്ങൾ റഷ്യ അറ്റാക്ക് ചെയ്യും. എല്ലാ രീതിയിലും റഷ്യ ആരൊക്കെ പിന്തുണയ്ക്കുന്നു അവരെ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്ന ഹംഗറി പിന്മാറി. അപ്പം ഹംഗറി പിന്മാറിയപ്പം മനസ്സിലാക്കേണ്ട, ഹംഗറി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവിടെ നിന്നും പിന്മാറി. അതായത് ഹംഗറി റഷ്യൻ സൈഡിൽ നിന്നും പിന്മാറി. ബെലറൂസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഉക്രൈനെതിരെ ഉപയോഗിക്കാൻ ഞങ്ങൾ തരില്ല. പല രീതിയിലാണ് ഇതിൻ്റെ സംഭവം വന്നേക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അവരുടെ ബേസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് റഷ്യ ഉണ്ടാക്കിയ മറ്റൊരു സംഭവം ശ്രദ്ധിക്കുക. അഫ്ഗാനെ ടെറർ പട്ടികയിൽ നിന്നും മാറ്റി. See the geopolitics, how it is working out. അതായത് അഫ്ഗാനിസ്ഥാൻ ഇത്രയും നാളും ടെററായിരുന്നു. പെട്ടെന്ന് ആ ലിസ്റ്റിൽ നിന്ന് റഷ്യ അവരെ മാറ്റി. കാരണം അവർക്കറിയാം അവിടെ അമേരിക്കൻ ബേസ് തുടങ്ങി.
അപ്പോൾ അമേരിക്കൻ ബേസ് അഫ്ഗാനിസ്ഥാൻ, കാരണം റഷ്യയുമായിട്ട് അടുത്ത് കിടക്കുവാണ്. ഈ പറയുന്ന റഷ്യക്ക് ചുറ്റും അമേരിക്കൻ ബേസ് ഉണ്ട്. നാറ്റോ രാജ്യങ്ങൾ, പോളണ്ടും എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടെ സംഭവമുണ്ട്. ഇവരെല്ലാം കൂടെ കയറി റഷ്യയെ കയറി പണിയുവാണെങ്കിൽ മോസ്കോ ഒക്കെ വീണു പോകും. അതായത് വരാൻ പോകുന്ന 10-12 ദിവസത്തിനുള്ളിൽ, അതായത് ഫ്രഞ്ച് ഉച്ചകോടിയിലുണ്ടാകുന്ന ഔട്ട്പുട്ട്, അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ പറയുന്ന റഷ്യ ഉക്രൈൻ വാറിൽ കാണാൻ സാധിക്കും. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഴയ പ്ലാനിൽ നിന്നൊക്കെ ഉക്രൈനെ അങ്ങ് മാറ്റും. ഉക്രൈനെ നാറ്റോയുടെ സഖ്യമാക്കും. നേരത്തെ അമേരിക്ക സമ്മതിച്ചില്ല, പക്ഷേ ഇനി ആക്കും. കാരണം അമേരിക്ക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് മിനറൽസിന്. അപ്പോൾ അമേരിക്കൻ അസറ്റുകൾക്ക് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ബേസുകൾ വേണം. ഇത് ഞാനൊരു കാര്യം പറയാം, ചില കാര്യത്തിനകത്ത് ബിസിനസ്സും ജിയോ പൊളിറ്റിക്സും അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അമേരിക്കൻ ഗെയിം എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്താലേ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ വ്ളാദിമിർ സെലൻസ്കിക്കുണ്ടായ അബദ്ധം, അതിനയാൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന നാടകം പിന്നീട് അയാൾ കംപ്ലീറ്റ് അങ്ങ് ഡൗൺ പ്ലേയിൽ, എന്നിട്ട് ഡിസ്കഷനും മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇടപെട്ട് ഇയാളെ ഒതുക്കി, കൂടുതൽ സംസാരിക്കേണ്ട, ഞങ്ങളെല്ലാം തീരും. കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടെ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ആണ് ഉക്രൈനിൽ നടക്കുന്നത്. അപ്പം അതിനിടയ്ക്കാണ് മറ്റൊരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ചൈന ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടെ, അതായത് നേരത്തെ അവരുടെ ബലൂജി എന്നുള്ള മാറ്റിയിട്ട് ബെൽറ്റ് റോഡ് മാറ്റിയിട്ട് ഇപ്പുറത്തൊരു എക്കണോമിക് കോറിഡോർ യൂറോപ്യൻ രാജ്യത്തിലൂടെ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അത് ഏകദേശം കൊളാപ്സായി. കാരണം റഷ്യയുമായിട്ട് ചൈന അടുത്ത് നിൽക്കുന്നു. ഇതിനകത്ത് വേറെ ഇൻട്രസ്റ്റിംഗ് പാർട്ടുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് ഈ ചൈനീസ് ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് അകൽച്ച ഉണ്ടാകാനുണ്ടായ കാരണമുണ്ട്. കാരണം ചൈനീസ് പട്ടാളക്കാർ 100-150 പേര് റഷ്യയ്ക്ക് വേണ്ടി അവിടെ വാർ ചെയ്യുന്നു. ചൈന ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം ചൈനയ്ക്ക് താഴേക്കടി കിട്ടിയ സംഭവം. നമ്മൾ ഈ ഓരോന്നും സംഭവം പഠിക്കുവാണെങ്കിലും വായിക്കുവാണെങ്കിലും മനസ്സിലാക്കുന്നത്, ഈ ചൈനയും റഷ്യയും ഒറ്റപ്പെടുത്താനുള്ള ധാരണയിലാണ് ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു പോക്ക്. കാരണം ഈ റഷ്യയുടെ ഈ പുട്ടിൻ്റെ ഇതേപോലെ ആധിപത്യവും ഏകാധിപത്യം എന്തും ചെയ്യാനുള്ള മടിയില്ലാത്തൊരു മനുഷ്യൻ ക്രൂരമായിട്ട് ആക്രമിക്കുന്നു. അപ്പം റഷ്യ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി വലിയ ഇഷ്യൂ ആയി മാറി. അപ്പം ഇതെല്ലാം കണക്കിലെടുക്കാം. കാരണം ഈ രാജ്യങ്ങളുടെ ഒക്കെ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഉക്രൈനാണ്. അപ്പം അവിടെ ഇഷ്യൂ ആണ്, അവിടെ നിന്നും നടക്കുന്നില്ല. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റഷ്യക്കെതിരെ സാങ്ഷനും മറ്റുമൊന്നുമില്ല, നേരിട്ടുള്ള വാറ് നാറ്റോ പങ്കെടുക്കുന്നു, അമേരിക്ക പുറകിൽ നിൽക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയാം, ഇത് ഇപ്പം ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിനെ താക്കിയതും അതിന് പുല്ല് വിലയുള്ളൂ. അതായത് ഉണ്ടാകാൻ പോകുന്ന നാറ്റോ രാജ്യങ്ങളിൽ കയറി റഷ്യ അടിക്കും. ഭയങ്കര റൂത്ത്ലെസ് ആയിട്ട് കയറി അറ്റാക്ക് ചെയ്യും പല ഭാഗത്തു നിന്നും. ഈ പറയുന്ന നാറ്റോ രാജ്യം ഫ്രാൻസിനും ബ്രിട്ടനും ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ട്. അത് ഫ്രാൻസിന് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മറ്റേ അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ റഷ്യക്ക് ചുറ്റും അമേരിക്കൻ ന്യൂക്ലിയർ വെപ്പൺസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, റുമേനിയയിലാണെങ്കിലും പോളണ്ടിലാണെങ്കിലും. അത് പഴയ പോലെ റഷ്യൻ പ്രസിഡന്റ് ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നും ഉയർത്തി കാണിച്ചൊരു കോപ്പം നടക്കത്തില്ല. കാരണം അപ്പുറത്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നവൻ്റെ അതിനേക്കാളും വലിയ സാധനമുണ്ട്. ഇതിനകത്ത് ഒരു ന്യൂക്ലിയർ എക്സ്പേർട്ട് പറയുന്നത്, റഷ്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് പൊട്ടുമോ പൊട്ടത്തില്ലയോ എന്നുള്ള സംശയം ഇപ്പോഴും നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ല, ഇതിൻ്റെ കോട്ട് എടുത്ത് പറയാം. ഒരു പോളണ്ട് പത്രത്തിലാണ് ആ കോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുവാണെങ്കിൽ ഈ ഫ്രഞ്ച് ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യ ഉക്രൈൻ മാത്രമല്ല, ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ പോകുന്നത്, ഇതിനകത്ത് റഷ്യയെ മാത്രമല്ല ചൈനയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള അമേരിക്കൻ പ്ലാനിന് നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇന്ന് കാണുന്നതല്ല നാളെ വരാനുള്ള ദിവസങ്ങളിൽ ജിയോ പൊളിറ്റിക്സിലും ജിയോ എക്കോണമിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത് ഓരോ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ, കാരണം ചൈനീസ് പട്ടാളക്കാരും ചൈനീസ് വെപ്പണും റഷ്യക്ക് കൊടുക്കുന്നു, ഉക്രൈനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ചൈനയ്ക്കെതിരായി. ഇതെല്ലാം കൂടെ നമ്മൾ അസംബിൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഫ്രഞ്ച് ഉച്ചകോടി കഴിയുമ്പോൾ റഷ്യയുടെ ഭാവി എന്താണെന്ന് ഒരു തീരുമാനത്തിലെത്തും.